സന്ദേശ്, എന്തിനിങ്ങനെ വിഷമിക്കുന്നു? ഞാൻ വന്ന് കയറിയപ്പോ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. ഞാനൊരു ഭാഗ്യം കെട്ടവളായി പോയില്ല. സന്ദേശയുടെ ഭാഗ്യവും നിർഭാഗ്യവും ഒന്നും ഇവിടെ സംഭവിച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സന്ദേശി നന്ദേട്ടന്റെ ഭാര്യയായിട്ട് വന്നാലും ഇല്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കുമായിരുന്നു. എന്നാലും ഇപ്പൊ ഞങ്ങളുടെ കല്യാണം നടന്നതുകൊണ്ടല്ലേ അവന്തിക ഇങ്ങനെ ചെയ്തത്? അയ്യോ, ഒരിക്കലും അല്ല. ഇത്രയും നാളും അവര് വീട്ടിലുണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം സന്ദേശ് കാരണമാണോ? പറഞ്ഞു കൊടുത്ത കേൾക്കണ്ട അർച്ചനെ. കുറെ നേരമായി ഈ കരച്ചിൽ തുടങ്ങിയിട്ട്. അതെ, ഞാൻ പറയുന്നത് താനൊന്ന് മനസ്സിലാക്ക്. താൻ കാരണമല്ല ഇതൊന്നും സംഭവിച്ചത്. എന്റെ ഭാര്യയായിട്ട് അവൾ ഈ വീട്ടിലേക്ക് വന്നത് തന്നെ ഇതെല്ലാം ലക്ഷ്യം വെച്ചിട്ടാ. അച്ഛന്റെ മണ്ടത്തരങ്ങൾ കൊണ്ട് ഇപ്പോൾ അവൾക്ക് ചതിയിലൂടെ ആ ലക്ഷ്യത്തിലേക്ക് എളുപ്പ വഴിയിലെത്താൻ പറ്റി. എല്ലാം അവളുടേതാക്കാൻ സാധിച്ചു. നമുക്കിവിടുന്ന് ഇറങ്ങിക്കൊടുക്കാതിരുന്നൂടെ? അതിനൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല. പോലീസും നിയമവും എല്ലാം ഇപ്പൊ അവരുടെ പക്ഷത്താ. തൽക്കാലം ഇവിടുന്ന് ഇറങ്ങിക്കൊടുത്തേ പറ്റൂ. ഇവിടുന്ന് ഇറങ്ങിയ നമ്മൾ എങ്ങോട്ട് പോകും? വാക്കേറിയ ദൈവം തന്നെ ഇരയും തരുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴാ അതിനെ അതിജീവിക്കാനുള്ള വഴിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിക്കുന്നത്. ഈ നിമിഷം കടന്നു പോകും. ഈ പ്രശ്നത്തെ നമ്മൾ അതിജീവിക്കും. സമൂഹത്തിൽ ഇത്രയും വലിയ സ്ഥാനവും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നിട്ടും നെല്ലിശ്ശേരി കുടുംബത്തില് അവളെപ്പോലെ ഒരുത്തേക്ക് ഇത്ര നിസ്സാരട്ടാ ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. അതാണ് വിധി, അല്ലെങ്കിൽ കാലത്തിന്റെ കളി. നമ്മൾ എത്ര ശക്തരായാലും അധികാരവും സമ്പത്തും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നാലും ചില സമയത്ത് നമ്മൾ നിസ്സഹായരായി പോകും. ആ നിമിഷം ശത്രുവിന്റെ നീക്കങ്ങൾ കാണാനോ അതിനെ പ്രതിരോധിക്കാനോ നമുക്ക് കഴിയത്തില്ല. ഈ പരാജയം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. സന്ധ്യച്ചി, ഇവിടെ എല്ലാവരും ആകെ തകർന്നു നിൽക്കുക. നടന്നൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാം ജനിച്ചു വളർന്ന വീട്. നിങ്ങൾക്കൊക്കെ ഒരു ജീവിതമുണ്ടായത് ഇവിടെയാ. ഇതൊക്കെ ഉപേക്ഷിക്കാൻ എല്ലാവർക്കും പറ്റൂ? വേറെ വഴിയില്ലല്ലോ അച്ഛാ. ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ തറവാട് വീട് പൂട്ടിയിട്ടിരിക്കുക. നമുക്കെല്ലാവർക്കും കൂടി അങ്ങോട്ട് മാറാം. കമ്പനിയുടെ ഗസ്റ്റ് ഹൗസിൽ പോലും നമുക്കിപ്പോ പ്രവേശനമില്ല. എല്ലാവരും ഇങ്ങനെ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ജീവിതത്തിൽ ഇതുപോലെ നന്മയും തിന്മയും ഒക്കെ വരും. ഈ ഭൂമിയിൽ സ്വന്തമായിട്ട് വീടില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്. പട്ടിണി കിടക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. നമുക്ക് ആ ഗതിയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഒരു തട്ടുകേട് പറ്റി, നാളെ അതിൽ നിന്ന് പിടിച്ചു കയറുകയും ചെയ്യും. അല്ലാതെ ഇത് ലോക അവസാനമൊന്നും അല്ലല്ലോ. നമ്മുടെ മുമ്പിലെ വഴികളൊന്നും അടഞ്ഞു പോയിട്ടില്ല. എന്റെ സുഹൃത്ത് മാത്യൂസിനെ നിനക്കറിയില്ലേ? UK-യിലുള്ള മാത്യൂസ് ആണോ? ആ, അതെ. അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവന്റെ ഒരു വീട് ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. അവരുടനെ ഒന്നും നാട്ടിലേക്ക് വരാൻ പോകുന്നില്ല. നമുക്കുടനെ അങ്ങോട്ട് മാറാം. എടോ, നമ്മുടെ വീട് വിട്ട് നമുക്ക് എങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റൂടോ?
ഇത്രയും വലിയൊരു വീഴ്ച എല്ലാവരും എങ്ങനെ താങ്ങും? ഉയർച്ചയും താഴ്ചയും നിറഞ്ഞതല്ലേ സച്ചേട്ടാ ജീവിതം. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഒരു മറുപുറവും ഇല്ലേ? ഈ സമയവും കടന്നു പോകും. ദൈവം നമ്മളെ ഇതിന്ന് കരകയറ്റും. എനിക്ക് വിശ്വാസമുണ്ട്. നമ്മളെ അവര് ചതിച്ച ഈ നിയമം കൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും. അതുവരെ മനസ്സ് കൈവിട്ടു പോകരുത്. നമുക്കങ്ങനെ പറയാൻ വളരെ എളുപ്പമാണ്. കാരണം ഇതൊന്നും നമ്മളാരും ഉണ്ടാക്കിയതല്ല. ഓർമ്മ വയ്ക്കുമ്പോ തന്നെ ഈ സൗഭാഗ്യമെല്ലാം ഞങ്ങൾക്കുണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി ബിസിനസ് ചെയ്ത് അച്ഛനുണ്ടാക്കിയതാ ഇതെല്ലാം. അച്ഛന്റെ വിയർപ്പും ചോരയും ശ്വാസവും പ്രാണനുമാണ് ഈ കാണുന്നതെല്ലാം. അച്ഛൻ എങ്ങനെ ഇതൊക്കെ സഹിക്കും?